ഹായ്, വീട്ടിലെ വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോഴിക്കോടും കോഴികളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈകുന്നേരത്തെ തീറ്റയും കൊടുത്ത് മുട്ടകളൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. 10-30 കോഴികളുണ്ട്. ഡെയിലി 10-20-22 മുട്ടകൾ നമുക്ക് കിട്ടും. അത് നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമ്മൾ പുറത്ത് കൊടുക്കുകയാണ് പതിവ്. ഇതാണ് നമ്മളുടെ കോഴിക്കോട്. എല്ലാവരും തീറ്റയ്ക്ക് വേണ്ടി വന്ന് വാതിൽ കാത്തു നിൽക്കുകയാണ്. രാവിലെയും വൈകുന്നേരവുമാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. വെള്ളമൊക്കെ അവർക്ക് എപ്പോഴും ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വെള്ളം അവർക്ക് കുടിക്കാം. തീറ്റ രാവിലെയും വൈകുന്നേരവും കൊടുക്കും. മുട്ടയൊക്കെ ഇതുപോലെയുള്ള ബാസ്ക്കറ്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇട്ട് വയ്ക്കും. ഇതിൽ തോനെയും മുട്ടക്കോഴികളാണ്, നാടൻ മുട്ടക്കോഴികളാണ്. കുറച്ച് പൂവൻ കോഴിയും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനെയും കൊടുത്തു. ഇപ്പോൾ ഒരു പൂവൻ കോഴി മാത്രമേ നമുക്കുള്ളൂ. തീറ്റയെല്ലാം ഇതുപോലെയുള്ള ബാസ്ക്കറ്റിൽ നമ്മളിട്ട് കൊടുക്കും. അതാകുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്. തറയിലൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാവർക്കും കിട്ടത്തില്ല. എല്ലാം ഒരെണ്ണത്തിലിട്ട് കൊടുത്താൽ അവർ തമ്മിൽ ഭയങ്കര ബഹളമാണ്, കൊത്തുകൂടക്കും. ഇങ്ങനെ പല പല ബോക്സുകളിലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തീറ്റ കിട്ടും. രാവിലെ നന്നായിട്ട് കൊടുക്കും. ചിലതൊക്കെ ഇതുപോലെ തറയിൽ മുട്ടയിട്ട് വയ്ക്കും. പാത്രം നമ്മൾ വെച്ച് കൊടുത്താലും അതിനകത്ത് ഇടാതെ ഇതുപോലെ വെളിയിലൊക്കെ മുട്ടയിടും. ഒന്നും പൊട്ടിച്ച് കളയത്തൊന്നുമില്ല. രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് നമ്മൾ മുട്ടകൾ എടുക്കാൻ വരുന്നത്. അറക്കപ്പൊടിയാണ് ഈ പാത്രങ്ങളിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ട പൊട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ പാത്രങ്ങൾ ഇതുപോലെ വെച്ചിരുന്ന എല്ലാവരും അതിൽ തന്നെ ഇട്ട് വയ്ക്കും. ഇന്ന് രാവിലെ കുറച്ച് മുട്ട എടുത്തിരുന്നു. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇത്രയും മുട്ട കിട്ടി. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള മുട്ട നമുക്ക് അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കൊടുക്കാനെടുക്കാം. പുറത്തുനിന്ന് നമ്മൾ കുറേ കാലമായി വാങ്ങാറില്ല. വെള്ളമൊക്കെ ഈ പൈപ്പ് വഴി തനിയെ എപ്പോഴും ഇതിൽ ഫുള്ളായിട്ട് കിടക്കും. അതുകൊണ്ട് എപ്പോഴും അവർക്ക് വെള്ളം കുടിക്കാനുള്ള എളുപ്പമുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.